ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിദു. കഴിഞ്ഞ ദിവസം പേര് പറയാൻ പറ്റിയില്ല, എങ്കിലും വചനമൊക്കെ ഇടുവാൻ കർത്താവ് എന്നെ ഇടയാക്കി. ഇന്നും ഒരു ദൈവവചനവുമായി അല്ലെങ്കിൽ ദൈവിക ചിന്തകളുമായിട്ട് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിച്ചു, കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലൂടെയൊക്കെയും പോകുമ്പോൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നുക നമ്മൾ ഭയങ്കര വർത്ത്ലെസ്സാണ്, നമ്മൾ യൂസ്ഫുൾ അല്ല, നമ്മൾ ഒന്നിനും ഉപകരിക്കുന്നവരൊരാളല്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊരു ഉപകാരവും ആർക്കുമില്ല, എനിക്കുമില്ല, ഈ ജീവിതത്തിനൊരർത്ഥമൊന്നുമില്ല, എന്താ ഇങ്ങനെ ജീവിച്ച് പോകുന്നു, ഒന്നും മുമ്പോട്ട് പോകുന്നില്ല, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നു, എനിക്ക് തന്നെ ഒരു ഭാരമായി തോന്നുന്നു, എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഈ ജീവിതം കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ, മരിക്കാം. ഇതൊക്കെയാണ് സൂയിസൈഡൽ തോട്ട്സ്. ഒരു പരിധി കഴിയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ വരുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതകൾ, അല്ലെങ്കിൽ ആ ചിന്തകളാണ്. സാമ്പത്തികമായി ഞെരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, കുടുംബക്കാരാണോ കൂട്ടുകാരാണോ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല, എനിക്ക് ഈ സാഹചര്യത്തെ കടന്നു പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും, മരിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം അവസാനിക്കുമല്ലോ. എന്താ ഇതിന് കാരണം? നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നമ്മളുടെ ഒരാളുടെ ജീവൻ്റെ വാല്യൂ. ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ജീവൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ഭയങ്കര ആയിട്ട് കടന്നു വരുമ്പോഴത്തേനും നമ്മുടെ ജീവന് അതിനു മുമ്പിൽ ഒരു വിലയില്ലാതെ പോവുക. ഇതെല്ലാം കടന്നു പോകണമെങ്കിൽ, ഈ ജീവിതം അവസാനിപ്പിച്ചാൽ ഇതെല്ലാം അവസാനിക്കുമെന്ന് നമുക്ക് തോന്നുക. പക്ഷേ വചനം എന്താ പറയുന്നത്? ഈ മുഴു ലോകത്തെക്കാളും നമ്മുടെ ആത്മാവിന് വിലയുണ്ട്. ഒരാത്മാവിൻ്റെ വില ഈ മുഴു ലോകത്തെക്കാളുമുള്ള. അപ്പം നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്, അതായത് ഈ ശരീരത്തിൻ്റെ ദേഹി ആത്മാവാണല്ലോ, ഈ ശരീരത്തിനുള്ളിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ വില ഈ ദേഹത്തിൻ്റെ വിലയ്ക്ക് ഒന്ന് തന്നെയല്ലേ? അപ്പം ഈ ആത്മഹത്യ ചെയ്താൽ അതൊരു പാവമല്ലേ? അപ്പം നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുവല്ലേ? നിത്യജീവനിൽ നിന്നും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുവല്ലേ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുമ്പോഴത്തേനും എന്താ പറയുക, നമ്മൾ നിത്യത നഷ്ടപ്പെടുവല്ലേ? നമുക്ക് നമ്മുടെ നിത്യത നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാതെ, നമ്മളെ തന്നെ നമ്മുടെ വാല്യൂ, നമ്മുടെ ആത്മാവിൻ്റെ വില, നമ്മുടെ ഈ ശരീരത്തിൻ്റെ വില മനസ്സിലാക്കാതെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുന്നു. എങ്കിലും വചനം നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? മത്തായി 10:31 ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ ഏറിയ കുരുകിലിനേക്കാളും വിശേഷതയുള്ളവരല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അത്രയും ചെറിയ ആൾക്കാരല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മൾ ഒരിക്കലും ഒരു വിലയില്ലാത്തവരല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വലിയ വിലയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ രക്തത്തിൻ്റെ വില നമുക്കുണ്ട്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. കർത്താവ് ഓരോ തുള്ളി രക്തം ചൊരിഞ്ഞത് നമുക്ക് വേണ്ടിയാണ്. കർത്താവ് ഓരോ കഷ്ടങ്ങളും സഹിച്ചതും നമുക്ക് വേണ്ടിയാണ്. നമ്മൾ പാപത്തിൽ നിന്ന് മുക്തരായി, നമ്മളതിൽ നിന്ന് മോചിതരായി, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യജീവങ്കിൽ എത്തണം. അതിനു വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടവും ഈ പ്രയാസങ്ങളും എല്ലാം സഹിച്ച് തൻ്റെ ഓരോ തുള്ളി രക്തവും ചൊരിഞ്ഞ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ക്രൂശിൽ മരിച്ച്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരുമ്പോൾ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മുടെ ഭവനത്തിൽ നിന്ന് നമുക്ക് എതിർപ്പുകൾ വരും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടായിരിക്കാം, വീട്ടുകാർ മനസ്സിലാക്കാത്തവരുണ്ടായിരിക്കാം, വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് വീട്ടുകാരോ ആരോ ഒന്നും സപ്പോർട്ടില്ലാത്തവരുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ, ഇങ്ങനെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോൾ നമുക്കൊരു പോയിന്റിൽ തോന്നുക, കർത്താവ് നമ്മുടെ കൂടെയില്ല, കർത്താവും കൂടെ നമ്മളെ കൈവിട്ടു, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴത്തേനും പ്രാർത്ഥിക്കപ്പെടുന്ന കർത്താവിൽ നിന്നൊരു മറുപടി കിട്ടുന്നില്ല. കർത്താവ് ഭയങ്കര സൈലൻ്റ് ആയതുപോലെ തോന്നുമ്പോൾ ഞാൻ വിചാരിക്കും, കർത്താവ് കൂടെ എന്നെ കൈവിട്ടു, ഇപ്പം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു എൻഡിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ ദൈവം പുതിയൊരു പ്രവൃത്തി തുടങ്ങിയിരിക്കും. പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല. അത് എത്തിക്കഴിയുമ്പോഴേ നമ്മളത് മനസ്സിലാക്കത്തുള്ളൂ. അത് നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോഴേ നമ്മളത് മനസ്സിലാവും, അയ്യോ ഇത് കർത്താവ് ഇന്നത് വേണ്ടിയാണല്ലോ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ നമ്മളുടെ ആ ഒരു വില നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. നമ്മുടെ ജീവൻ്റെ വില, നമ്മുടെ ആത്മാവിൻ്റെ വില, നമ്മുടെ ഈ ശരീരത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. നമ്മുടെ ഈ ശരീരം എപ്പോഴും വിശുദ്ധിയോടെ, ആ ഒരു ദൈവം പരിശുദ്ധനല്ലേ, എപ്പോഴും കേൾക്കുന്നൊരു കാര്യമല്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധി. അപ്പോൾ നമ്മൾ ആ ഒരു വിശുദ്ധിയോടെ കൊണ്ട് നടക്കേണ്ട കാര്യം ആണല്ലോ നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ ദേഹമാണെങ്കിലും, നമ്മുടെ ആത്മാവിനെ എല്ലാം കർത്താവ്, നമ്മൾ പരിശുദ്ധനായ ദൈവത്തിനെ ആരാധിക്കുവാൻ വേണ്ടി പരിശുദ്ധിയിൽ ആ ജീവങ്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ പരിശുദ്ധിയിൽ ജീവിക്കണമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യണ്ടേ, നമ്മൾ നമ്മുടെ ആത്മാവിനെ കെയർ ചെയ്യണ്ടേ. പക്ഷെ നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കാതെ നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല, കാണാൻ കൊള്ളില്ല, ഞാൻ എന്നെ ഇങ്ങനെയെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവാണ് എനിക്ക് നിറം തന്നത്, എൻ്റെ കർത്താവാണ് എനിക്ക് സൗന്ദര്യം തന്നത്. എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവ് എന്നോട് കൂടെ ഉള്ളതാണ്. ഇതൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്നെ വാല്യൂ ചെയ്തില്ല എങ്കിൽ, ഞാൻ ആ ദൈവ സ്നേഹത്തെ മനസ്സിലാക്കാതെ, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കാതെ, ദൈവം എന്നെ വാല്യൂ ചെയ്യുന്നത് പോലെ ഞാൻ വാല്യൂ ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ളവരും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. അവർ പുറമേ ഉള്ളതിനെ നോക്കി അവർ പല വിധികളും എഴുതും, പലതും നമ്മളെ പറയും, നമ്മളെ കുറ്റപ്പെടുത്തും. പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, നമ്മൾ നമ്മളെ നോക്കണം, ദൈവം നമ്മളെ എങ്ങനെ കാണുന്നത് മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനിക്കൊരു വർത്തില്ല, എനിക്കൊരു വിലയില്ല, ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, ഈ ജീവിതത്തിന് മുമ്പോട്ട് പോകുന്നതല്ല, ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ ജീവിക്കേണ്ട. ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുങ്ങൾ കറുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരിങ്ങനെ കളിയാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നും അത് അനുഭവിക്കുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങളുടെ നിറങ്ങൾ നിങ്ങളെ ഇത് ചെയ്യുന്നില്ല, നിങ്ങളുടെ സൗന്ദര്യത്തെ ഡിഫൈൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്കിൻ ടോൺ അതെന്താണേലും അതിന് വാല്യൂ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നിങ്ങൾ എങ്ങനെയാണേലും നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുമാണ്. മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും, നിങ്ങളുടെ നിറത്തെ കുറ്റം പറഞ്ഞാലും നിങ്ങളുടെ മുഖത്തെ കുറ്റം പറഞ്ഞാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളുത്തവനെന്നോ കറുത്തവനെന്നോ മുഖം ചുളുങ്ങിയവനെന്നോ വണ്ണം വെച്ചവനെന്നോ വണ്ണം ഇല്ലാത്തവനെന്നോ അങ്ങനെ ഒന്നുമില്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, നീ മെലിഞ്ഞിരിക്കുന്നു, നീ വണ്ണം വെച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. അങ്ങനെ ഭയങ്കര കുറച്ച് നമ്മളിപ്പോൾ ഒന്ന് മെലിഞ്ഞിരിക്കുന്ന ഒരാൾ കുറേ കൂടെ വണ്ണം വെച്ച്, നീ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് പോയല്ലോ, അത് വണ്ണം വെച്ച്